ഈ ട്രെയിനിങ് ക്യാമ്പിന്റെ ഗേറ്റിനുള്ളിൽ കടന്നപ്പോ ഒരു കാര്യം മനസ്സിലായി. നമ്മളിവിടെ തടവിന് വന്ന എന്താ പറയാ, ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ഇന്നതാണ് ആർമി, ഹിമാലയത്തിൽ പോയി തോക്കും പിടിച്ച് ഇങ്ങനെ നിൽക്കാം, ഫോട്ടോ എടുത്ത് നാട്ടിലേക്ക് അയക്കാം. മേഡം എന്നെ പരിചയപ്പെടുത്തി. പേര് രതീഷ് എന്നാണ്. കണ്ണൂർ ജില്ലയിൽ ഇരിക്കൂറാണ് സ്വദേശം. ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്നതിന് മുന്നേ ഇന്ത്യൻ ആർമിയിൽ സർവീസ് ചെയ്യാനുള്ള ഒരു മഹാഭാഗ്യം കൂടി എനിക്ക് ലഭിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ കരിയർ, ഒരു ജോലി ആഗ്രഹിക്കുന്നതിന് മുന്നേ, കാരണം ഡിഗ്രി കംപ്ലീറ്റ് ആയി എക്സാം എഴുതി അപ്പൊ തന്നെ ആർമിയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ജോലിയുടെ കാരണം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. സ്റ്റാർട്ടിങ് ജോലി കിട്ടിയത് നമ്മുടെ മനസ്സിൽ ആർമിയെ പറ്റി വലിയൊരു ഇതുണ്ടായിരുന്നു. ഹിമാലയത്തിൽ പോയിട്ട് തോക്കൊക്കെ കുറിച്ചുണ്ടായിരുന്ന ഒരു ചിത്രമായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നമ്മൾക്ക് റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്ന എന്റെ കുറച്ച് അനുഭവങ്ങൾ, അതായത് ഈ ബിസിനസ്സിലേക്ക് വരുന്നതിന് മുന്നേ ഉള്ള കുറച്ച് അനുഭവങ്ങൾ ഞാനിവിടെ ഷെയർ ചെയ്യാം. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന പല പ്രശ്നങ്ങളും അല്ലെങ്കിൽ നമ്മുടെ തടസ്സങ്ങളും നമുക്ക് ഈ ഒരു ബിസിനസ് ചെയ്യുമ്പോഴും ഉണ്ടാവാം. കാരണം അത്രത്തോളം ഇല്ലെങ്കിലും ചെറുതായിട്ടുണ്ടാവാം. അതിനെ ഒന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് എൻ്റെ പ്രീ ബിസിനസ് എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. കാരണം എന്നെ പരിചയപ്പെടുത്തുന്നതിന് മുന്നേ, കാരണം എന്നെ ബിസിനസ് പരിചയപ്പെടുത്തുന്ന ആൾക്കാരുടെ പേര് പറയുന്നതിന് മുന്നേ എന്റെ പ്രീ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഒരുപാട് എന്താ പറയാ, ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ഇന്നതാണ് ആർമി, ഹിമാലയത്തിൽ പോയി തോക്കും പിടിച്ച് ഇങ്ങനെ നിൽക്കാം, ഫോട്ടോ എടുത്ത് നാട്ടിലേക്ക് അയക്കാം, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചിന്തകളായിരുന്നു. പക്ഷെ പോയത് ഹിമാലയത്തിലേക്കൊന്നുമല്ല, നാസിക്കിലേക്കായിരുന്നു പോയത്. അപ്പോ ഇവിടുന്ന് പോകുമ്പോഴും ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. ഒന്നിച്ചൊരു 20 വയസ്സ്, 18 വയസ്സ്, 17 വയസ്സുള്ള. അപ്പൊ ഏകദേശം നാസിക്ക് എത്തി. ഈ ട്രെയിനിങ് ക്യാമ്പിന്റെ ഗേറ്റിനുള്ളിൽ കടന്നപ്പോ ഒരു കാര്യം മനസ്സിലായി. നമ്മളിവിടെ തടവിന് വന്നൊരു അവസ്ഥ തന്നെ. കാരണം അവിടെ എല്ലാവരും അത്തരത്തിലൊരു വേഷം, ട്രെയിനീസ് ഒക്കെ അത്തരത്തിലൊരു വേഷമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായുന്നുണ്ടായിരുന്നു. കാരണം നടക്കലല്ല, പരക്കം പായുന്നുണ്ടായിരുന്നു. ഇതിലും ഉണ്ട് ആർമിക്കാരുണ്ട്, അവർക്ക് മനസ്സിലാവും ഞാൻ പറയുന്നതിന്റെ. ഇപ്പൊ ചിലപ്പോ ചിരി വരുന്നുണ്ടാവും, കാരണം നമ്മുടെ ട്രെയിനിങ് കാലാവധി, ട്രെയിനിങ് സമയത്തെ ഒരു അനുഭവങ്ങൾ. അപ്പൊ അങ്ങനെ ഇതിന്റെ ഗേറ്റിനുള്ളിലെത്തി, ഗേറ്റ് അടച്ചു. പിന്നെ നമ്മുടെ ആ ഒരു ബാരക്കിലേക്ക് കൊണ്ടുപോയി എല്ലാവരെയും. ഒന്നാമത് ഹിന്ദിയോ കാര്യങ്ങളൊന്നും അറിയില്ല, എന്തൊക്കെയോ പറയും, കുറച്ച് മനസ്സിലാവും. അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്ന സമയത്ത് അടി കിട്ടി കഴിഞ്ഞാൽ എല്ലാം മനസ്സിലായി, ആ രീതിയിൽ അങ്ങ് മുന്നോട്ട് പോകും. ഇപ്പൊ ഫസ്റ്റ് ടൈം തന്നെ നമ്മളെന്ത് നോക്കണമെന്ന് വെച്ചാല്, അവിടെ പോയി ഇരുന്ന് മുടിയൊക്കെ വെട്ടിച്ചപ്പോ തന്നെ മുഖത്തിന്റെ കോലൊക്കെ മാറി. ആ ഒരു വിഷമം, കാരണം നല്ലൊരു സ്റ്റൈലില് ഡിഗ്രിക്കാരൻ അവിടെ എത്തി മുടിയൊക്കെ മസ്റ്റിൻ വെച്ച് മുറിച്ച് റെഡിയാക്കിയപ്പോ നമ്മൾക്കൊരു കാര്യം മനസ്സിലായി. നമ്മൾ മനസ്സിൽ വിചാരിച്ചത് എന്തോ അതല്ല നമ്മുടെ റിയാലിറ്റി ലൈഫിൽ വരിക എന്നുള്ളത്. അപ്പൊ ഞാൻ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും എൻ്റെ ഞാൻ അനുഭവിച്ച പ്രശ്നങ്ങളുടെ ഒരു കഥ പറയാനല്ല ഞാൻ ഈ പറയുന്നത്. അത്തരം കാര്യങ്ങൾ നമ്മുടെ ഈ ബിസിനസ്സുമായി വരുമ്പോൾ നിങ്ങളൊന്ന് റിലേറ്റ് ചെയ്യാനും കൂടി ഞാനത് മെല്ലെ നിങ്ങൾക്ക് കണക്ട് ചെയ്തു തരും. അത് റിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ബിസിനസ് എത്രത്തോളം സ്പീഡായി ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാവും. കാരണം അവിടെ ഞാൻ പറഞ്ഞു, നമ്മൾ ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോഴും റിയാലിറ്റി അല്ലെങ്കിൽ എന്തൊക്കെയോ ആലോചിച്ചിട്ടാണ് വരിക. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇതിന്റെ ചെറിയ ചെറിയ വിഷമതകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോ അതെങ്ങനെ തരണം ചെയ്യാന്നുള്ളത് ഞാൻ ഈ പറഞ്ഞിട്ടേ ഞാൻ ഇവിടുന്ന് പോകും. അപ്പോ ആ ഒരു സംഭവം, കാരണം നമ്മൾക്ക് വിചാരിക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ സ്വപ്നം കാണാത്ത കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് നടക്കേണ്ടി വരും. അങ്ങനെ മുടി മുറിച്ചു കഴിഞ്ഞു. പിന്നെ ഡെയിലി റുട്ടീൻ, നമുക്ക് എന്തൊക്കെയോ സാധനങ്ങൾ, ഇഷ്ടമല്ലാത്ത ഭക്ഷണ സാധനങ്ങൾ കഴിക്കേണ്ടി വരും. നാട്ടിൽ നിന്ന് പലതും നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചിട്ടായിരിക്കും പോയിട്ട് അവിടെ വരുമ്പോൾ മാറിയിട്ടുണ്ടാവും. പക്ഷെ സാഹചര്യം അതായതുകൊണ്ട് നമ്മളത് ചെയ്യേണ്ടി വരും. ഒരു ട്രെയിനിങ് സ്റ്റാർട്ടായി.
ആ ആർമി ട്രെയിനിങ് പഴയ സമയത്ത് വളരെ എന്താ പറയാ വേദനാജനകം തന്നെ ആയിരുന്നു. അടിയും ഇടിയൊക്കെ കൊള്ളേണ്ടി വരും. തിരിച്ച് നോ എന്ന വാക്ക് വായിൽ നിന്ന് വരാൻ പറ്റില്ല. നോ എന്ന വാക്കില്ല ആർമിയിൽ. ഇപ്പോ നമ്മൾക്കറിയാം, ഞാൻ ഈ കാണുമ്പോൾ പ്രകാശ് സാറൊക്കെ ചിരിക്കുന്നുണ്ട്, സാറും ആർമി ആണെന്ന് തോന്നുന്നു. അപ്പൊ പഴയ കാലങ്ങളിൽ നമ്മൾ എങ്ങനെയാലും ആലോചിക്കും. നോ പറയാൻ പഠിക്കില്ല, അത് ഷുവർ. അപ്പൊ മുന്നോട്ട് പോയി ചില സമയത്ത് രാത്രി കിടന്നിട്ടായിരിക്കും വിസിലടിക്കുന്നുണ്ടാവുക. ആരെങ്കിലും എന്തെങ്കിലും ഏതോ ഒരാൾ, നമുക്കറിയാൻ പോലും പാടില്ലാത്ത ഏതോ ഒരാൾ എന്തെങ്കിലും തെറ്റ് ചെയ്തതിന് മുഴുവൻ ആൾക്കാരെയും പിടിച്ച് ചളിയിൽ ഉരുട്ടി ഒരു 2 മണി വരെ ഉരുട്ടി കഴിഞ്ഞ് ഏതായതും എന്താ പറയണ്ടേ, ഒരു വെളുത്തിട്ടുള്ള ഒരാൾ, എന്താ പറയാ, ഒരു നമ്മൾ സിനിമയിലൊക്കെ കാണുന്നില്ല, അതുപോലെ ഇറങ്ങി വരുന്ന അവസ്ഥയിൽ അത് കഴിഞ്ഞ് വെള്ളമൊക്കെ ഒഴിച്ച്, വെള്ളം കിട്ടിയാൽ മാത്രം വെള്ളമൊക്കെ ഒഴിച്ച് തിരിച്ച് രാവിലെ 4 മണിക്ക്, അത് ഉറപ്പാണ്, വിസിലടിച്ചാൽ ഗ്രൗണ്ടിൽ എത്തിയിരിക്കണം. ഞാൻ ഈ പറഞ്ഞെന്ന് വെച്ചാൽ ഒരു ഫ്രീഡവും കിടക്കാനോ ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടേതായ കാര്യങ്ങൾ ചെയ്യാനോ നമ്മൾക്ക് തീരുമാനിക്കാൻ പറ്റില്ല എന്നുള്ളത്. അപ്പൊ അത് പലരും ആ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ കേട്ടെന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മുടെ ട്രെയിനിങ് പീരീഡ് വരെ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ യൂണിറ്റിലേക്ക് പോകും. അവിടെ സീനിയറായി നല്ല രീതിയിൽ നിങ്ങൾക്ക് വിചാരിക്കുന്ന പോലെ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മള് ആ ഒരു ട്രെയിനിങ് പീരീഡ് കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. ആ ട്രെയിനിങ് പീരീഡ് കഴിയാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യും. ഓക്കെ, ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞു, ഒരുപാട് അനുഭവങ്ങൾ. കാരണം നമ്മള് ആ 20, 21, 21.5 വയസ്സിനുള്ളിൽ, ഞാൻ ഈ പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു 20-ാം വയസ്സിൽ ഒരു ചെറിയ കുട്ടിയായിട്ട്, അതായത് കളിച്ചു നടക്കുന്ന പ്രായത്തില് ഒരു വർഷം 1.5 വർഷത്തിനുള്ളിൽ ഒരു ഇന്ത്യൻ സോൾജിയറാക്കി മാറ്റി. ഓൺലി ട്രെയിനിങ്. അപ്പൊ ഒരു മനുഷ്യനെ, ഒരു യുവാവിനെ ട്രെയിനിങ്ങിലൂടെ ഒരു സോൾജിയറാക്കി മാറ്റിയിട്ടുണ്ട്. അതേ സംഭവം നമ്മൾക്ക് ഇവിടെ ഈ ബിസിനസ് തുടങ്ങുമ്പോഴും നമ്മൾ നമ്മളായിട്ടൊന്നും ചെയ്യേണ്ട, നമ്മളെ ട്രെയിൻ ചെയ്യാൻ ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ലീഡേഴ്സ് ഉണ്ടാവും. അതുപോലെ എന്ത് വിഷമങ്ങൾ ഉണ്ടായാലും നമുക്ക് പറയാൻ അവിടെ ഉണ്ടായിരുന്നു, ഒരുപാട് ഇൻസ്ട്രക്ടേഴ്സ് ഉണ്ടായിരുന്നു, നമുക്ക് ആശ്വാസ വാക്കുകൾ പറയാം. ഇവിടെ സപ്പോർട്ട് ചെയ്യാനും നമ്മൾക്ക് അക്കൗണ്ടിലേക്ക് വരുമാനം വാങ്ങിത്തരാനും ഇവിടെ ഒരുപാട് അപ്ലയൻസും സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ലീഡേഴ്സും ഉണ്ടാവും. അപ്പൊ ഞാൻ അതാണ് ഓരോ സംഭവങ്ങളും കണക്ട് ചെയ്യുന്നത്. അപ്പോ അവിടുന്ന് വീണ്ടും യൂണിറ്റിലേക്ക് എത്തി. യൂണിറ്റിലെത്തിയപ്പോ പറഞ്ഞതെന്ന് വെച്ചാൽ 5 വർഷം വരെ റിക്രൂട്ട് ആയിട്ടിരിക്കണം. അവിടെ സീനിയർ എന്താണോ പറയുന്നത് അത് കേൾക്കണം. പിന്നെ മനസ്സിൽ ആലോചിക്കാൻ തുടങ്ങി, നമ്മള് വന്നത് വളരെ മോശമായ ഒരു സ്ഥലത്തേക്കാണ്. ആ സ്ഥലം 5 വർഷമായി. 5 വർഷം കഴിയുമ്പോൾ ജൂനിയർ തന്നെ 10 വർഷം, അടുത്ത പറയുന്നത് 10 വർഷം ആവണം. 10 വർഷം ആകുമ്പോഴേക്ക് ഏകദേശം മനസ്സ് മടുത്തു. പിന്നെ ആലോചിച്ചെന്ന് വെച്ചാല് എങ്ങനെയെങ്കിലും 15 വർഷമായി കഴിഞ്ഞാൽ നാട്ടിലേക്ക് പോകും. ഇതൊക്കെ പറഞ്ഞു തരാൻ സീനിയേഴ്സ് ഉണ്ട്. കേട്ടാ പ്രോബ്ലംസ് ഒന്നുമില്ല. ഇതൊക്കെ നമ്മൾ എല്ലാവരും അനുഭവിക്കുന്നില്ല. ഒരു കാര്യമുള്ള അവിടെ കണ്ടത്, എന്തെങ്കിലും പണിഷ്മെന്റ് ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും അനുഭവിക്കണം. അപ്പൊ നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം നോക്കുമ്പോൾ ആർക്കും വിഷമങ്ങളൊന്നുമില്ല. അവരും ചടിയിൽ ഉരുട്ടിട്ടുണ്ട്, ഫ്രണ്ട് പറയും, അവരും ചടിയിൽ ഉരുട്ടിട്ടുണ്ട്, നമ്മളും ഉരുട്ടിട്ടുണ്ട്. അപ്പൊ ഇത് കാണിക്കാൻ ആരുമില്ല, കാണാൻ ആരും ഇല്ലെങ്കിൽ പ്രോബ്ലംസ് ഒന്നുമില്ല. അപ്പൊ അങ്ങനെ ആശ്വസിച്ച് മുന്നോട്ട് പോയി. 15 വർഷം ആകുമ്പോ പറഞ്ഞു, ഇനി പെൻഷൻ തരാനൊന്നും പോകാൻ പറ്റില്ല, അത് ബിആർ എടുക്കാനൊന്നും പറ്റില്ല. അപ്പൊ എന്ത് ചെയ്തു, റാങ്ക് വളർന്നെടുത്തു. ആ ഒരു 17 വർഷത്തിൽ തിരിച്ചു വന്നു. അപ്പൊ ഞാനീ പറഞ്ഞത് ചെറിയൊരു 5 മിനിറ്റിനുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് എന്റെ പ്രീ ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോ അവിടെ ഒരു ട്രെയിനിങ്ങില് ഒരു ഇന്ത്യൻ സോൾജിയർ ഒരു വെടിയുണ്ട വന്നു കഴിഞ്ഞാൽ പോലും തിരിഞ്ഞോടാൻ പറ്റാത്ത വിധത്തിൽ, അല്ലെങ്കിൽ തിരിഞ്ഞോടില്ലാത്ത ഒരു സോൾജിയറാക്കി മാറ്റിയിട്ടുണ്ട് 1.5 വർഷത്തെ ട്രെയിനിങ്. ഇവിടെ നമ്മൾക്ക് ഒരുപാട് ട്രെയിനിങ്, നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുമാനം എത്തിക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് ട്രെയിനിങ്, ഒട്ടനവധി ട്രെയിനിങ് നമുക്ക് കിട്ടുന്നു. ആ രീതിയിൽ ഒന്ന് ചലിച്ചു കഴിഞ്ഞാൽ
നമ്മളെ അക്കൗണ്ടിലേക്ക് വരുമാനം വരും. ഞാൻ ഈ പറയുന്ന കാരണം വെച്ചാൽ ഒന്ന് എല്ലാവരും ഒന്ന് പാകപ്പെടുക എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ നിർബന്ധിത ട്രെയിനിങ് ആണെങ്കിൽ ഇവിടെ നിർബന്ധം ആർക്കുമില്ല. നമ്മൾക്ക് വേണമെങ്കിൽ നമുക്ക് ട്രെയിനിങ്ങിന് പോകാം. ട്രെയിനിങ്ങിന് പോയാൽ ആൾക്കാർ മാറും. അപ്പൊ ഞാൻ 17 വർഷം കഴിഞ്ഞ് തിരിച്ച് നാട്ടിലെത്തിയപ്പോ ആദ്യം മനസ്സിലുണ്ടായിരുന്നു ഇനി ഒരു പണി ചെയ്യൂല, ആരുടെ അണ്ടറിലും വർക്ക് ചെയ്യൂല, സ്വന്തമായിട്ട് ഉണ്ടെങ്കിൽ അത് ചെയ്ത് മുൻപോട്ട് പോകും. 6 മാസം ആകുമ്പോഴേക്ക് കുട്ടികളുടെ ഫീസ്, എക്സ്പെൻഡിച്ചർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ രണ്ടാമത് എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ കണ്ട വഴി എന്ന് വെച്ചാൽ സാധാരണ ഒരു സെക്യൂരിറ്റിയോ ഇങ്ങനെയൊന്നും പോവാതെ നല്ലൊരു ജോലി, അതായത് ആർമിയിൽ ഉണ്ടായിരുന്ന അതേ ശമ്പളത്തിൽ വീണ്ടും ഒരു ജോലി ആയിരുന്നു എന്റെ മനസ്സിൽ. അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. 1 വർഷക്കാലം ശരിക്കും പറഞ്ഞാൽ ആർമിയിൽ എന്റെ ട്രെയിനിങ് പീരീഡ് എങ്ങനെയാണോ ആ രീതിയിൽ ഞാൻ അതിനെ ഏറ്റെടുത്ത് ഒരു കോച്ചിങ് സെന്ററിൽ പോയി പഠിച്ച് 1 വർഷക്കാലം ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു കോച്ചിങ് സെന്ററിൽ പോയിട്ട്. അപ്പൊ എന്റെ ബാങ്കിങ് കോച്ചിങ്ങിനായിരുന്നു ഞാൻ ചേർന്നിരുന്നത്. ഇവിടെ പേ ഫിക്സേഷനും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു മേഖലയിലേക്ക് പോകാനായിരുന്നു താല്പര്യം. കാരണം ജോലിയുടെ ഇത് കൊണ്ടല്ല, പേ ഫിക്സേഷൻ ഉള്ളത് കൊണ്ട് മാത്രം ആണ് അത് സ്വീകരിച്ചത്. അപ്പൊ അങ്ങനെ 1 വർഷം പ്രിലിമിനറി കിട്ടുമായിരുന്നു, എനിക്ക് മെയിൻ കിട്ടാറില്ല. മെയിൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ബാങ്കിൽ കയറിയിട്ടുണ്ടായിരുന്നു, പക്ഷെ മെയിൻ കിട്ടാറില്ല എനിക്ക്. പക്ഷെ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ NTPC അതായത് ഇന്ത്യൻ റെയിൽവേയിൽ NTPCയിൽ 5ഓളം ലിസ്റ്റിൽ കയറി പറ്റാൻ പറ്റി. അതായത് ബാങ്കിലെ ശമ്പളത്തിനേക്കാളും കൂടുതലുള്ള ശമ്പളത്തിൽ പോലും സെൻട്രൽ ഗവൺമെന്റിന്റെ 5ാമത്തെ പേ ലെവലുള്ള റെയിൽവേ കാർഡ് ലിസ്റ്റിലൊക്കെ കൃത്യമായിട്ട് വന്നു. ഈ 1 വർഷക്കാലം കാരണം എന്റെ കൂടെ സർവീസ് ചെയ്തിരുന്ന ഒരു ജുബി സാറുണ്ട്. ഞാൻ ഇനി ബിസിനസ്സിലേക്ക് മെല്ലെ എൻ്റർ ചെയ്യാം. കാരണം ഞാൻ റിട്ടയർ ആയതിനു ശേഷം എന്റെ കൂടെ സർവീസ് ചെയ്യുന്ന ജുബീഷ് എന്റെ ഫ്രണ്ടാണ്. അദ്ദേഹം വന്നു നല്ലൊരു പ്രോഡക്ട്സ് ഉണ്ട്, സാറൊന്ന് ഉപയോഗിക്കണം. ഞാൻ പറഞ്ഞു ഓക്കെ, പ്രോബ്ലം ഇല്ല, എന്റെ ഫ്രണ്ട് എനിക്ക് കൊണ്ടുതരുന്നതാണ്, ഒരുപാട് ദൂരെ നിന്ന് വന്നതാണ്. അപ്പൊ ഞാൻ ആലോചിച്ചെന്ന് വെച്ചാല് 1 വട്ടം മേടിച്ച അദ്ദേഹത്തിനെ പിണക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് പേസ്റ്റ്, ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം. ഒരാളുടെ നമ്മൾ പോയി കഴിഞ്ഞാല് ബ്രൗസറിൽ എന്തൊക്കെ പ്രോഡക്ട്സ് ഉണ്ടോ അതിന്റെ ഒക്കെ ഗുണങ്ങൾ നമ്മൾ പറയും. ആ ക്വാളിറ്റി പ്രോഡക്ട്സിന്റെ ഗുണങ്ങൾ പറയും, റിസൾട്ട് കാണിച്ചു തരും. അപ്പൊ എന്നോട് പറഞ്ഞെന്ന് വെച്ചാൽ ഞാൻ സെൻസഡൻ ഉപയോഗിക്കുന്ന ഒരാളായിരുന്നു. കാരണം നല്ല വിലയുണ്ട്, 150 ഗ്രാം സെൻസഡൻ 300 രൂപക്ക് എടുത്തുണ്ട്. അപ്പൊ എന്നോട് വില ചോദിച്ചു എത്രയൊക്കെയാണ്. എന്നോട് പറഞ്ഞത് നിങ്ങൾക്ക് പകുതിയിലും കുറച്ചൊരു പേസ്റ്റ് തരാൻ പറ്റും, അതേ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും, അതുപോലെ ഒരു വാണിംഗും ഇല്ലാത്ത പേസ്റ്റ്. അപ്പോഴാണ് 8 വർഷക്കാലമായിട്ട് ഞാൻ ഉപയോഗിച്ച സെൻസഡന്റെ വാണിംഗും കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. അത്രയും മാരകമായ പ്രോഡക്ട്സ് ആണ് നമ്മൾ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നത്. ആ ഒരു പേസ്റ്റ് ഉപയോഗിച്ചപ്പോ എന്റെ പല്ല് പൊളിപ്പിന് നല്ല ഒരു ശമനം ഉണ്ടായിരുന്നു. അത് ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചു. അതുപോലെ വൈഫിന് പീരീഡ് സംബന്ധമായ പ്രശ്നം ഉണ്ടായിരുന്നു. ഒരുപാട് ഞങ്ങൾ അലട്ടിയിട്ടുണ്ടായിരുന്നു. ക്വാർട്ടറിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഒരുപാട് അലട്ടിയിരുന്ന പ്രോബ്ലംസ് ആയിരുന്നു. അപ്പൊ പീരീഡ് സംബന്ധമായ വുമൺ കമ്പനിയിൽ നിന്ന് പേരുള്ള ആ പ്രൊഡക്റ്റ് മേടിച്ചപ്പോൾ അതിനും നല്ല റിസൾട്ട് വരാൻ തുടങ്ങി. അപ്പൊ എനിക്ക് ആ പ്രൊഡക്റ്റിലുള്ള ഇദ്ദേഹം ലീവ് കഴിഞ്ഞ് തിരിച്ചു പോയി പ്രൊഡക്റ്റിലുള്ള വിശ്വാസം കൊണ്ട് തന്നെ പ്രൊഡക്റ്റ് ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി. പിന്നെ എന്താണെന്ന് വെച്ചാൽ എന്റെ വീട്ടിൽ നിന്ന് 40 കിലോമീറ്റർ ഉണ്ട് ആർമി ക്യാൻറ്റീനിലേക്ക്. ഞാൻ ഒരു ദിവസം സാധനം വാങ്ങാൻ പോയി കഴിഞ്ഞാൽ ആ ഒരു 12 മണിക്കൂർ എനിക്ക് വേസ്റ്റ് ആണ്. കാരണം എനിക്ക് 1 മിനിറ്റ് പോലും വേസ്റ്റ് ആക്കി കളയാനില്ലായിരുന്നു. ആ ഒരു സമയത്ത് എനിക്ക് എന്റെ പഠിത്തം, അതായത് കോച്ചിങ്ങിന്റെ മുഴുവൻ യൂട്ടിലൈസ് ചെയ്യണമായിരുന്നു. അപ്പൊ ഞാൻ ആലോചിച്ചെന്ന് വെച്ചാൽ എല്ലാ ക്യാൻറ്റീനിൽ നിന്ന് വാങ്ങുന്ന എല്ലാ സാധനങ്ങളും നമ്മുടെ കമ്പനി പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്നു. ഡിഷ് വാഷ്, ടോയ്ലറ്റ് ക്ലീനർ, അതുപോലെ തുണി അലക്കുന്നത്, ഫ്ലോർ കഴുകുന്നത്, ഇങ്ങനെ എല്ലാ സാധനങ്ങളും, ഒരു വീട്ടിലേക്ക് വേണ്ടിയിരുന്ന എല്ലാ സാധനങ്ങളും നമ്മുടെ കമ്പനി മാർക്കറ്റ് ചെയ്യുന്നു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട്, അതായത് നമ്മുടെ സുബി സാറിന്റെ കസിനായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പോ അന്ന് ഞാനൊരാള് അല്ലെങ്കിൽ അവർ വരും എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ ഇന്ന് ഞാൻ അദ്ദേഹത്തെ കാണുന്നത് എന്റെ മെന്റർ, മോട്ടിവേറ്റർ, എ ഗോഡ് ഫാദർ, ഇങ്ങനെയൊക്കെ ലെവലിലാണ്. കാരണം എന്റെ റെസ്പെക്ട്
അത്രത്തോളം ഉണ്ടെന്ന് അദ്ദേഹത്തോട്. കാരണം എന്നെ ഈ ബിസിനസിന്റെ മുഴുവൻ കാര്യങ്ങളും അല്ലെങ്കിൽ FTC വരെ എത്താനുള്ള എല്ലാ ടിപ്സും അദ്ദേഹത്തിൽ നിന്ന് കിട്ടുക. അപ്പൊ അന്നൊരു ആളായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു മാറ്റം നമുക്ക് ബിസിനസ് മനസ്സിലായാൽ മാത്രമേ, അല്ലെങ്കിൽ ബിസിനസ്സിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ അദ്ദേഹത്തിന്റെ വില അറിയൂ. ഒരു FTC തന്നെ പ്രവർത്തിക്കുന്ന വിവേക് സാറായിരുന്നു അദ്ദേഹം. അപ്പൊ എല്ലാ മാസവും എനിക്ക് കൃത്യമായ സാധനങ്ങൾ എന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഒരു ടോയ്ലറ്റ് ക്ലീനർ വേണമെങ്കിൽ പോലും ഒരു ടോയ്ലറ്റ് ക്ലീനറായിട്ട് അദ്ദേഹം 40 കിലോമീറ്റർ സഞ്ചരിച്ചു വരും. അപ്പൊ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, എന്തൊരു മണ്ടത്തരമാണ്. ഒരു 75 രൂപയുടെ, അന്ന് 75 ഇന്ന് 83 ഒരു 75 രൂപയുടെ ടോയ്ലറ്റ് ക്ലീനർ കൊണ്ടുതരാൻ വേണ്ടി 40 കിലോമീറ്റർ വണ്ടി ഓടിച്ചു വരുന്ന ഒരാൾ. അപ്പോ എന്റെ മൈൻഡിൽ അത്രയും ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആലോചിച്ചെന്ന് വെച്ചാൽ അവർക്ക് നഷ്ടമായ പ്രശ്നമില്ല, എനിക്ക് സാധനം കിട്ടിയാൽ മതി. അങ്ങനെ ഒരു 12, 13, 14 മാസത്തോളം ഞാൻ റെഗുലർ ആയിട്ടുള്ള ഒരു കസ്റ്റമർ ആയിരുന്നു ഈ ഒരു കമ്പനിയുടെ. ബിസിനസ് എന്ന എന്റെ സ്വപ്നമല്ല. എന്റെ കുടുംബത്തിൽ ആരും ബിസിനസ് ചെയ്തിട്ടില്ല, ഇന്നും ചെയ്യുന്നില്ല. ഞാനാണ് ഒരു ബിസിനസ് എന്നുള്ള ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്റെ മൈൻഡിലും ജോബ് എന്ന് പറഞ്ഞ എന്റെ സ്വപ്നമായിരുന്നു. ഒരു ലാസ്റ്റ് എന്റെ റിസൾട്ട് ഒക്കെ വന്നു, NTPC റിസൾട്ട് വന്നു, ഇന്റർവ്യൂവിന് മെയിൽ വന്നു. ഇതൊക്കെ ഇരിക്കുന്ന സമയത്ത് എനിക്കൊരു മാസം സാധനങ്ങൾ കിട്ടുന്നില്ല. ആ സമയത്ത് ഞാൻ വിവേക് സാറിനെ ഒന്ന് ഫോൺ ചെയ്തു, സാറേ നിങ്ങൾ എന്ത് പണിയാ കാണിക്കുന്നത്, എന്റെ സാധനങ്ങളൊക്കെ കഴിഞ്ഞു, കാരണം നിങ്ങൾ പെട്ടെന്ന് കൊണ്ടുവരുത്തണം. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, സാറേ ഞാൻ നാട്ടിലില്ല, മംഗലാപുരത്താണ്, ഇന്ത്യാന ഹോസ്പിറ്റലിലാണ്, അച്ഛൻ വളരെ സീരിയസ് ആയിട്ട് ഇവിടെ കിടക്കുകയാണ്. അപ്പൊ ഈ ഒരു വർഷത്തിന് മേലെയുള്ള ഒരു പരിചയം, കാരണം അദ്ദേഹം വീട്ടിൽ വന്നാൽ 1 മണിക്കൂർ ഇരുന്ന് ചായ കുടിച്ച് പോകുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു പരിചയം കൊണ്ട് അദ്ദേഹത്തിന്റെ അച്ഛനെ കാണാൻ മംഗലാപുരത്തേക്ക് യാത്ര ചെയ്തു എന്ന ഒറ്റ കാരണമാണ് എന്റെ ജോബ് എന്ന സ്വപ്നത്തിൽ നിന്ന് മാറി ഇന്ന് ബിസിനസ് എന്ന പാഷനിലേക്ക് എന്റെ വഴിമാറ്റം എന്ന് പറയാൻ പറ്റും. നമുക്കറിയാം, അന്ന് ഞാൻ അവിടെ പോയി അദ്ദേഹത്തോട് സംസാരിച്ചു, അച്ഛന്റെ വിവരങ്ങളൊക്കെ അന്വേഷിച്ചു. ആ സമയത്ത് അദ്ദേഹം കുറച്ചു കഴിഞ്ഞപ്പോ എല്ലാവരും ബിസിനസ് ഇവിടെ ഇതിൽ നിൽക്കുന്ന ആൾക്കാർ പറയാം, കുറച്ചു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ബിസിനസ്സിലേക്ക് തന്നെ വരും. അപ്പൊ ബിസിനസിന്റെ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. അപ്പോഴാണ് ബിസിനസ് എന്താണെന്നും ഇവരെ 13-14 മാസം എന്താണ് പറഞ്ഞിരുന്നെന്നും അതുവരെ ഞാൻ ചെവി കൊണ്ടില്ല എന്ന് പറയാം. ഇവര് പറയുന്നത് ഒരു മുമ്പിൽ ഇരിക്കുന്നല്ലാതെ എന്റെ മൈൻഡ് ഒരിക്കലും ഉണ്ടായിരുന്നില്ല. അപ്പോ ആ സമയത്ത് ബിസിനസ് പറയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, സാറേ ബിസിനസ് ഒന്നും എനിക്ക് കേൾക്കണ്ട, എന്റെ റിസൾട്ട് വന്നു, ഏകദേശം 2-3 മാസത്തിനുള്ളിൽ ഞാൻ ജോയിൻ ചെയ്യും, ബാംഗ്ലൂരാണ് എനിക്ക് പോസ്റ്റിംഗ് ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അദ്ദേഹം ഒരു കാര്യം എനിക്ക് കാണിച്ചു തന്നു, അദ്ദേഹത്തിന്റെ ആ ഒരു മാസത്തെ വരുമാനം. അപ്പൊ ഞാൻ ഫസ്റ്റ് പറഞ്ഞ അദ്ദേഹത്തിന്, സാറേ നിങ്ങൾ എന്നെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി നുണ പറയണ്ട, ഇങ്ങനെ ഒരു വരുമാനം കിട്ടില്ല. കാരണം നമുക്കറിയാലോ, ഒരു 3 മാസത്തിന് മേലെ ലീവ് എടുത്തിട്ടുണ്ടെങ്കിൽ പണിഷ്മെന്റ് പ്ലസ് ഇൻകം കട്ടായിരിക്കും. അത് പ്രൈവറ്റ് മേഖലയാണെങ്കിൽ ഒരു ദിവസം പോലും പോയിട്ടില്ലെങ്കിൽ അന്നത്തെ വരുമാനം ലഭിക്കൂല. അപ്പൊ ഈ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ഇങ്ങനെ ഒരു വരുമാനം കൊടുക്കില്ല എന്ന് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ പാസ്ബുക്ക്, അതായത് നമ്മളെ മൊബൈലിൽ ആപ്ലിക്കേഷൻ തുറന്നു അദ്ദേഹം 4 ആഴ്ചത്തെ വരുമാനം കാണിച്ചപ്പോ ശരിക്കും പറഞ്ഞ ഞാൻ അന്ന് അന്തം വിട്ടു നിന്നുപോയി. കാരണം ഞാൻ എന്നും പറയുന്നതാണ്, ഏത് സ്റ്റേജിൽ കയറിയാൽ പറയുന്ന ഒറ്റ വാക്കുണ്ട്, നമ്മൾ പ്രവർത്തന മേഖലയിൽ പ്രവർത്തിക്കാതെ ആ ഒരു മേഖലയിൽ നിന്ന് ഇൻകം വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്തിരിക്കണം. അപ്പൊ നല്ലൊരു ഇൻകം, ഞാൻ പറഞ്ഞ ഈ 5ാമത്തെ പേ ലെവലിന് മുകളിൽ ആ ഇൻകം അദ്ദേഹത്തിന് ആ മാസം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സാർ ഇത് എങ്ങനെയാണ് വരുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഈ 14 മാസവും അല്ലെങ്കിൽ ആ ഒരു മാസങ്ങളൊക്കെ ഞങ്ങൾ നിങ്ങളോട് പറയുന്നുണ്ടായിരുന്നു, സാർ ഇത് ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞു, ഞാൻ കേട്ടിട്ടില്ല, ഞാൻ മൈൻഡും കൊടുത്തിട്ടില്ല. എന്റെ മനസ്സിൽ ബിസിനസ് അല്ല, എന്റെ മൈൻഡിൽ ജോലിയായിരുന്നു. അപ്പൊ ആ ഇൻകം കണ്ടപ്പോ ഞാൻ ചോദിച്ചിട്ട് എങ്ങനെയാണ് വരുന്നത്? അദ്ദേഹം പറഞ്ഞെന്ന് വെച്ചാൽ 3.5 ഒരു സാധാരണ ഇലക്ട്രീഷ്യനാണ്, പിണറായി സ്വദേശിയാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നത്, ഒരു 3.5 വർഷമായി ജോലിയൊക്കെ മാറ്റി വെച്ച് ഫുൾ ടൈം ആയിട്ട് അദ്ദേഹം ഇത് ചെയ്യാൻ തുടങ്ങി. ഞാൻ പോലും അദ്ദേഹത്തിന്റെ ഡയറക്റ്റ് കണക്ഷനേ അല്ല, അദ്ദേഹത്തിന്റെ കസിൻ മുഖാന്തരം പരിചയപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഡയറക്റ്റ് പരിചയമുള്ള ഒരു 4-5 ആളിൽ കൂടി ഉണ്ടായിട്ടുള്ള ഈ ഒരു 1400ഓളം ആൾക്കാർ സാധനങ്ങൾ വാങ്ങുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ടത്, ഇപ്പോ
പുതിയൊരു വ്യക്തി പോലും ഇതിൽ കയറിയിട്ടുണ്ടെങ്കിൽ, പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആ പ്രോഡക്റ്റ് കോൺഫിഡന്റോടെ ഞാൻ പറയും, നിങ്ങൾ ആ പ്രോഡക്റ്റ് അടുത്ത മാസവും വാങ്ങും. അത് ഷുവർ. അത് ഞാൻ പറയുന്നല്ല, പ്രൊഡക്റ്റ് തന്നെ നിങ്ങളോട് പറയിപ്പിക്കുന്നതാണ്. കാരണം പല സ്ഥലത്തുനിന്നും ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഒരുപാട് ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്രയും നേരം അവര് പ്രൊഡക്റ്റിനെ പറ്റിയിട്ടോ കമ്പനിയെ പറ്റിട്ടോ ഒന്നും അറിയില്ല. ഈ ഒരു ഹെർബൽ പേസ്റ്റ് ഓണേനോടൊന്നും പോലും പറയാറില്ല, ഈ ഒരു ഹെർബൽ പേസ്റ്റ് ഞങ്ങൾക്ക് എന്നും വേണം, അത് എവിടുന്നാ കിട്ടുക എന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ കാര്യങ്ങൾ നടക്കെ വന്നിട്ടുണ്ട്. ആ ഒരു ബലത്തിലാണ് ഞാൻ ഇപ്പം പറയുന്നത്. അപ്പോ അങ്ങനെയുള്ള പ്രോഡക്റ്റ് ഇത്രയും ആളുകളിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് അദ്ദേഹം ചെയ്ത ഈ 3.5 വർഷം കൊണ്ട് ചെയ്തത്. അപ്പൊ അദ്ദേഹം എന്നോട് ചോദിച്ചത്, നിങ്ങൾ എത്ര സാധനങ്ങൾ വാങ്ങുന്നുണ്ട്? എന്റെ വീട്ടിൽ ഞാൻ ആ സമയത്ത് 2500 മിനിമം സാധനങ്ങൾ ഉപയോഗിക്കുന്ന ആളായിരുന്നു. കാരണം എനിക്കും എന്റെ അനിയത്തിയുടെ അടുത്തേക്കും, ചിലപ്പോ ഏട്ടൻ എറണാകുളത്താണ്, അവൻ വന്നു കഴിഞ്ഞാൽ അവനും സാധനങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഒരു ആവറേജ് 2500 റുപ്യന്റെ സാധനങ്ങൾ വാങ്ങുന്ന ഒരു കസ്റ്റമർ ആയിരുന്നു ഞാൻ. കുട്ടികൾക്കുള്ള കവചപ്രാശ്, സ്പൈറുലിന, ഇതൊക്കെ ഞാൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലാവും, ഈ 2500 റുപ്യയുടെ സാധനം വാങ്ങുന്ന ആളടുത്ത് പോലും അദ്ദേഹത്തിന് ഫോൺ ചെയ്യാൻ സമയം ഉണ്ടായിരുന്നില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞ 1400 ഒക്കെ പോട്ടെ, 1000 രൂപയുടെ സാധനങ്ങൾ ഒരു മാസം വാങ്ങിച്ചാൽ 10 ലക്ഷം രൂപയുടെ കച്ചവടം നടക്കും. നമ്മുടെ ബിസിനസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഓർഗനൈസേഷൻ 1, 2, ഈ ഒരു മാച്ചിങ്ങിന്റെ 12% അക്കൗണ്ടിലേക്ക് വരുമാനം വരും. പക്ഷേ ഇതിനു വേണ്ടി അദ്ദേഹം ക്ഷമിച്ച് കാത്തിരുന്നത് 3.5 വർഷവും അദ്ദേഹത്തിന്റെ 3.5 വർഷത്തെ പ്രയത്നവുമാണ്. അപ്പൊ എനിക്ക് മനസ്സിലായത്, ഞാനും ഇതുപോലെ ചെയ്താൽ ചിലപ്പോ എനിക്ക് ഒരു കണക്ഷനോ അല്ലെങ്കിൽ ഒരു കമ്പനിയോ നാട്ടിലില്ല, പക്ഷെ ഞാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എനിക്കും പറ്റും എന്നുള്ള ഒരു ചിന്ത എന്റെ മനസ്സിൽ അന്ന് വന്നു. കുറച്ച് കാര്യങ്ങൾ വീണ്ടും പറഞ്ഞു, സാറേ ഇന്ന് ഞാൻ മംഗലാപുരത്താണ്, ഇനി ഞാൻ ഇല്ലെങ്കിൽ കൂടി ഈ ഒരു വരുമാനം എന്റെ അക്കൗണ്ടിലേക്ക് വരും, അത് ഷുവർ. അപ്പൊ എനിക്ക് മനസ്സിലായി അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല. ആ വരുമാനം വരാൻ വേണ്ടി ആ ഒരു മാസം അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല. കാരണം എന്നെ വിളിക്കാൻ പോലും അദ്ദേഹത്തിന് ടൈം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞത്, ഈ ഒരു 3.5 വർഷം കൊണ്ട് എനിക്ക് ഈ ഒരു പ്രവർത്തന മേഖലയിൽ പ്രവർത്തിച്ച് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ കുടുംബം വഴിയാധാരമാണ്. നമുക്കറിയാലോ, നമ്മൾ എന്തിനാണ് ജോലി ചെയ്യുന്നത്? നമ്മൾ എന്തിനാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ പല സ്ഥലത്തും പല ആൾക്കാരുടെ അണ്ടറിൽ പണിയെടുത്തിട്ട് തിരിച്ചു വരുമ്പോ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെ സ്വപ്നങ്ങളൊക്കെ മാറ്റി വെച്ച് നമ്മുടെ കുട്ടികളുടെ സ്വപ്നത്തിന് വേണ്ടി പെടാപ്പാട് കിട്ടും. അപ്പൊ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ അവരെല്ലാം വഴിയാധാരമായി. അപ്പൊ ഈ ഒരു കാര്യം, ഈ നോമിനേഷൻ ഫെസിലിറ്റിയുടെ കാര്യം കൂടി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആലോചിച്ചത്, ഇനി ഞാൻ എന്റെ ജോലി, അതായത് കിട്ടാവുന്ന ജോലി വേണ്ടാന്ന് വെച്ച് എന്റെ മെയിൽ എന്റെ ലാപ്ടോപ്പിൽ നിന്ന് ഡിലീറ്റ് ചെയ്താണ് ഞാൻ എന്റെ മുന്നോട്ടുള്ള ദിവസം കഴിഞ്ഞത്. വൈഫിനോട് പറഞ്ഞിട്ടില്ല, വീട്ടിൽ അച്ഛൻ അമ്മയോട് ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ ഡിസിഷൻ എടുത്തു, ഞാൻ ബിസിനസ് ചെയ്യുള്ളൂ. ഇന്റർവ്യൂയുടെ ഒക്കെ ഡേറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ വൈഫിനോട് പറഞ്ഞത്. കാരണം എന്തേലും പ്രശ്നം ആക്കിയിട്ട് എന്റെ ഡിസിഷനെ മാറ്റാൻ പറ്റരുത്. അത്രത്തോളം ഞാൻ കൺവിൻസ് ആയിരുന്നു ബിസിനസ്സിൽ. കാരണം ആ ഒരു നമ്മളെല്ലാവരും പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത്ര വിശ്വാസം ഉണ്ടാവില്ല, പക്ഷെ നിങ്ങൾ സ്വയം കാണുമ്പോൾ വിശ്വസിക്കാതിരിക്കാനും പറ്റില്ല. അപ്പോ അത്തരത്തിലൊരു മാറ്റർ എന്റെ ടേണിംഗ് പോയിന്റ് എന്ന് പറയാം, ബിസിനസ്സിലേക്കുള്ള ടേണിംഗ് പോയിന്റ്. അപ്പൊ ആലോചിച്ചാൽ മതി, അവിടെ നിന്നൊരു 3 വർഷം, ആദ്യത്തെ 6 ദിവസം എനിക്കൊരു കണക്ഷൻ പോലും ഉണ്ടായിട്ടില്ല, BP പോലും ലോ ആയിട്ടുള്ളൂ. കാരണം മണ്ടത്തരമായോ ഞാൻ ബിസിനസ് തിരഞ്ഞെടുത്തത്, എനിക്ക് പറ്റാവുന്ന മേഖലയല്ലേ എന്നുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹം എന്നോട് ഒറ്റ കാര്യം പറഞ്ഞു, സർ നിങ്ങൾ വീക്കിലി ഒരു പ്രോഗ്രാമിന് കയറി, ട്രെയിനിങ്ങിന് കയറി, ഇതേ ചെയ്യാനുള്ളൂ, വേറെ ഒന്നും നിങ്ങൾ ഇപ്പൊ ചെയ്യണ്ട. നിങ്ങൾ പ്രോഗ്രാമിന് കയറി നിങ്ങളുടെ ഉള്ളിലുള്ള സംശയങ്ങൾ മാറട്ടെ. ആദ്യം ഞാൻ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഇന്നിപ്പോ എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒട്ടനവധി ആൾക്കാരുണ്ട്, ഏകദേശം 24-25 ആൾക്കാരിൽ ആദ്യം നിങ്ങൾ മാറുക, എന്നിട്ടേ നമുക്ക് മറ്റുള്ളവരെ മാറ്റാൻ പറ്റും. സ്വയം മാറിയിട്ടേ നമുക്ക് മറ്റുള്ളവരെ മാറ്റാൻ പറ്റും. അപ്പൊ എനിക്ക് നിങ്ങളോടുള്ള റിക്വസ്റ്റ്, 24 പേര് എന്നെ കേൾക്കുന്ന എല്ലാവരും, 23 പേര്, നിങ്ങൾ ആദ്യം മാറാൻ
തീരുമാനിച്ചാൽ നിങ്ങളുടെ തീരുമാനത്തിനൊത്ത് നിങ്ങളുടെ കൂടെ നിങ്ങളൊരു ടീമിനെ കൈയെടുക്കും. ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു ടീം ഉണ്ടാവും, പക്ഷെ കുറച്ച് ക്ഷമ വേണം. അപ്പൊ അദ്ദേഹം പറഞ്ഞ പ്രകാരം ഞാൻ മുന്നോട്ട് മെല്ലെ മെല്ലെ ഒരു GTS ഇരിട്ടിയിലുണ്ടായിരുന്നു, കണ്ണൂരുണ്ടായിരുന്നു, ഇതൊക്കെ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. മെല്ലെ മെല്ലെ ഓരോരോ ആൾക്കാരോട് പറഞ്ഞു തുടങ്ങി. പറഞ്ഞപ്പോ എന്റെ ഫ്രണ്ട്സ് കട്ട നെഗറ്റീവ് ആയിരുന്നു. കാരണം രണ്ടുപേരും ആർമിക്കാരാണ്. അവര് തിരിച്ചു വന്ന് പഠിച്ച് ഒരാൾ SBIയിലും ഒരാൾ GST വകുപ്പിലും കയറി. അപ്പൊ അതേ വഴിയിലായിരുന്നു ഞാനും. അപ്പൊ അവര് പറഞ്ഞ് പണ്ടത്തരം കാണിക്കരുത്, കിട്ടിയ ജോബാണ്, കളയരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്റെ മൈൻഡിൽ ഈ ഒരു എമൗണ്ട്, വർക്ക് ചെയ്യാത്ത സമയത്ത് വരുന്ന ഒരു എമൗണ്ട് മാത്രമായിരുന്നു എന്റെ മനസ്സിൽ. അപ്പൊ അതിനുവേണ്ടി ഫുൾ ടൈം, അതായത് ഇന്ന് ലൈഫ് ടൈം കരിയർ ആക്കി മാറ്റാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അന്ന് തന്നെ. അപ്പൊ ഒരു 6 മാസം ആകുമ്പോഴേക്കും മെല്ലെ കണക്ഷൻ. കാരണം സ്ഥിരമായിട്ട് പോകുമ്പോ എങ്ങനെ വന്നാലും ഉള്ളിന്റെ ഉള്ളിൽ നമുക്കറിയാം നമ്മുടെ ആ ഒരു പ്രവൃത്തി സിൻസിയർ ആണെങ്കിൽ ഉറപ്പായിട്ടും ടീം കയറും. നമ്മുടെ എല്ലാ പ്രവൃത്തിയും, ഞാനൊരു ദൈവവിശ്വാസിയാണ്, ദൈവത്തിന്റെ കൺമുന്നിൽ പെടുന്നുള്ള ഒരു ഷുവറാണ്. അപ്പൊ അങ്ങനെ ഒരാളെ ഒരു ഫോൺ കോളിലൂടെ ഒരാളെ കിട്ടി, അയാളെ പ്രോഗ്രാമിൽ എത്തിച്ചു, അവരവരുടെ കസിനെയും കൊണ്ടുവന്നു. പക്ഷെ ഈ ഞാൻ ഫോൺ കോളിൽ സംസാരിച്ച ആൾ ബിസിനസ് ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ അയാൾ കൂട്ടിന് വേണ്ടി കൊണ്ടുവന്ന കസിൻ ഇതൊന്ന് കത്തി. അപ്പൊ അദ്ദേഹം വഴി മെല്ലെ 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 ടീം കയറാൻ തുടങ്ങി. ഇപ്പൊ ആ ടീമിനെയും കൊണ്ട് 2.5 വർഷമായി. കാരണം 3 വർഷമായി മുഴുവൻ തുടങ്ങിയിട്ട് 2.5 വർഷമായി ടീം. എന്റെ ബിസിനസ് വോളിയം സ്റ്റാർട്ട് ആവാൻ തുടങ്ങിയിട്ട് 2.5 വർഷമായി. ആ 2.5 വർഷം എത്തുമ്പോൾ ഞാൻ ഇന്ന് STC റാങ്കിലായിരുന്നു. ഞാൻ നോക്കേണ്ട ഒരു കാര്യം, ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ സ്വപ്നം കണ്ട ഒരു റാങ്ക് എന്ന് പറയുന്നത് STC ആണ്. ആ FTCയിൽ എത്തുക എന്നുള്ളതായിരുന്നു എന്റെ സ്വപ്നം. ഞാൻ ഒരിക്കലും പിന്നെ പുറകോട്ട് നോക്കിയിട്ടില്ല. എന്റെ ഒരു അപ്ലൈനും എന്റെ ഒരു GTSന്റെ ഒരു രജിസ്ട്രേഷൻ ഫീ ഇന്നേ വരെ കൊടുത്തിട്ടില്ല. ഞാൻ തന്നെയായിരുന്നു മുഴുവൻ. കാരണം ഒരു സ്ഥലത്ത് ഞാൻ കൊടുക്കാൻ സമ്മതിച്ചിട്ടില്ല. അതുപോലെ അവരൊക്കെ എന്നെ വിളിക്കേണ്ടി വന്നിട്ടുമില്ല. പിന്നെ ഞാൻ സ്വന്തമായി GTSന് പോകുന്നത്. പിന്നെ അവരെ വിളിയായി, സാറേ ഇന്ന് ഒരാളുണ്ടാവും, 2 പേരുണ്ടാവും, അടുത്ത ദിവസം ഇന്ന ആളുണ്ടാവും, നമുക്ക് അവിടത്തേക്ക് പോകണം. ഇവരെ സ്ഥിരമായിട്ട് അങ്ങോട്ട് വിളിച്ച് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. അപ്പോ ഞാൻ ഈ കേൾക്കുന്ന എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾ ആദ്യം മാറി നിങ്ങൾ ഈ പ്രോഗ്രാമിലേക്ക് ഒന്ന് മനസ്സ് കാണിക്കുക. ഇപ്പം ജോബ് ചെയ്യുന്നവരുണ്ടാവാം, പാർട്ട് ടൈം ചെയ്യുന്നവരുണ്ടാവാം. ഈ ഒരു ദിവസം നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള ആ ഒരു ദിവസവും നമുക്ക് GTS ഉണ്ട്. കാരണം എല്ലാ ജില്ലയിലും ഒരുപാട് പ്രോഗ്രാംസ്, ഒരേ ദിവസം 2-3 പ്രോഗ്രാംസ് ഉള്ള ജില്ലകളൊക്കെ ഉണ്ട്. കണ്ണൂർ ജില്ലയിലൊക്കെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോ ഏതാണ് നിങ്ങൾക്ക് അടുത്തുള്ള പ്രോഗ്രാം സെന്റർ, അവിടത്തേക്ക് നിങ്ങളെ മാറ്റിയെടുക്കുക. ആ മാറ്റിയെടുത്താൽ നിങ്ങൾ ഒരു ബിസിനസ് മാൻ ആകും. മിനിമം 3-4 വർഷം കൊണ്ട് നല്ല ഒരു ഫൈനാൻഷ്യൽ ലെവലിലേക്ക് എത്താൻ പറ്റും എന്നുള്ളത് എന്റെ ഈ 3 വർഷത്തെ കോൺഫിഡന്റോടെയാണ് ഞാൻ പറയുന്നത്. കാരണം ഇതിൽ ലീഡേഴ്സ് ഉണ്ട്, വിനീത് സാറൊക്കെ ഞാൻ കാണുന്നുണ്ട്. കാരണം ഈ ഒരു ടീം, വോൾക്കാനോ എന്നുള്ള ടീം, കാരണം വിനീത് സാറിനെ പോലെ, ബിനു സാറിനെ പോലെ, രാജേഷ് സാറിനെ പോലെ അത്രയും മികവുറ്റ, കാരണം എനർജറ്റിക് ആയിട്ടുള്ള, ആവേശമുള്ള, ബിസിനസ് ചെയ്യാൻ അത്യാവശ്യം നമുക്ക് ആവേശം തന്നെയാണ്. ആ ആവേശത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുന്ന ഇവരിലൂടെ അല്ലെ ഇവരുടെ കൈ പിടിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. വളരെ വലിയൊരു സത്യമാണ്. കാരണം നമ്മൾ പലപ്പോഴും വിനീത് സാറിന്റെ ഒക്കെ വേർഡ്സ് കേട്ടിട്ട് എന്താ പറയാ, അവരുടെയൊക്കെ ഇതിൽ വരുന്ന ഒരുപാട് എക്സ്പീരിയൻസ് കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നമുക്ക് ഈ ബിസിനസ് വേറെ വെച്ച് കഴിഞ്ഞാൽ അടുത്തത് കച്ചവടമാണെങ്കിൽ പ്രൊഡക്റ്റിന്റെ 150-ന് മേലെയുള്ള പ്രൊഡക്ട്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഓൾ ഇന്ത്യ ലെവലിൽ നമ്മൾ സ്വയം ചെയ്യണമെന്നില്ല. പഞ്ചാബിന്റെ ആൾക്കാർ സാധനം വാങ്ങിയാൽ എന്റെ അക്കൗണ്ടിലേക്ക് 12% വരുന്നുണ്ട്. ഞാൻ അതിന്റെ കണ്ടിട്ട് പോലുമില്ല. അതുപോലെ ഇതിലുണ്ട് നിങ്ങളുടെ അപ്ലൈനും ഒക്കെ ആയിട്ട് ആർമിലുള്ളവർക്ക് അവരുടെ മുഖാന്തരം വരുന്ന കണക്ഷൻ പോലും നിങ്ങൾക്ക് 12% എത്തിക്കാൻ വഴി തരുന്നതാണ്.
അപ്പൊ നമ്മൾ സ്വന്തമായിട്ടല്ല ചെയ്യേണ്ടത്, നമ്മളൊരു കൂട്ടായ്മയുടെ പ്രവർത്തനമാണ് ചെയ്യുന്നത്. അപ്പോ ഞാൻ വീണ്ടും ബാക്കോട്ട് തന്നെ പോവാം. നമ്മൾ ഈ പ്രോഗ്രാംസ് കയറുമ്പോ ഉള്ളിലേക്കുള്ള ഒരു തീ, ആ തീ മറ്റുള്ളവരിലേക്ക് ഒന്ന് പടർത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഓരോ പ്രോഗ്രാമും നമ്മുടെ ഡിഗ്രിക്ക് വേണ്ടി മാത്രമായിരിക്കും. കാരണം നമ്മളെക്കാൾ കഴിവ് കുറഞ്ഞ ഒരുപാട് ആൾക്കാരുടെ എക്സ്പീരിയൻസ്, അല്ലെ നമ്മളെക്കാൾ കഴിവ് കുറഞ്ഞ ഒരുപാട് ആൾക്കാർ നല്ല രീതിയിൽ സക്സസിലേക്ക് എത്തുന്ന കാഴ്ച നമുക്ക് കാണാം. നമ്മളൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കും അതേ വഴി എത്താൻ പറ്റുന്നുള്ള ഒരു മാർഗദർശിയാണ് ഈ പ്രോഗ്രാംസ്. അതുപോലെ ട്രെയിനിങ് ഉണ്ട്. ട്രെയിനിങ്ങിന്റെ സമയം നിങ്ങൾ മാറ്റിവെക്കുക. ചെയ്യേണ്ടത് കുറച്ച് പ്രോഡക്ട്സ്, നിങ്ങൾ വീട്ടിലേക്ക് ആവശ്യമായ പ്രോഡക്ട്സ് എടുക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞ മാറ്റുന്ന ഒരു 10 പേരുടെ പ്രൊഡക്റ്റും കൂടി നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആ 10 പേർക്കും സാധനങ്ങൾ കൊടുക്കുമ്പോൾ ഒരു റീറ്റെയിൽ പ്രോഫിറ്റ് ഉണ്ടാവാം. അത് മതി നമ്മളെ ഈ എല്ലാ പ്രോഗ്രാംസിനും നമ്മുടെ ഒരു മാസത്തിലെ ചെറിയ ചെറിയ ചെലവുകളൊക്കെ നടത്താം. അപ്പോ അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു വിജയത്തിലേക്ക് എത്താൻ പറ്റും. അതിനുവേണ്ടി എല്ലാവരും, നമ്മളറിയാം ഇത് വോൾക്കാനോ ടീമാണെങ്കിൽ നമ്മൾ എല്ലാവരും ഒറ്റ ടീമാണ്. കാരണം ചെറിയ ചെറിയ ശാഖകളാണെങ്കിൽ പോലും ഒരു മരത്തിന്റെ വലിയൊരു പന്തലിച്ച SIT എന്ന മരത്തിന്റെ ശാഖകളാണ്. അപ്പൊ എല്ലാ ശാഖകളിൽ നിന്നുള്ള സപ്പോർട്ട് നമ്മൾക്ക് ഉണ്ടാവും. ആ രീതിയിൽ നിങ്ങൾക്ക് എവിടെയാണോ ലീഡേഴ്സിന്റെ അവൈലബിലിറ്റി, അവർ സ്വന്തം ടീമാണെന്ന് നോക്കില്ല ഒരിക്കലും, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഉണ്ടാവും. ഇപ്പൊ ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ കുറച്ച് സാധനങ്ങൾ എടുത്ത് നിങ്ങൾ 10 പേരിലേക്ക് ഒന്ന് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നല്ലൊരു കസ്റ്റമറായിട്ട് മാറും. ആ കസ്റ്റമർക്ക് 1000 രൂപ അക്കൗണ്ടിലേക്ക് വരുമാനം വരുത്തി കാണിച്ചാൽ നിങ്ങളുടെ ഒരു ഇൻഡസ്ട്രി ആയിട്ട് മാറും അയാൾ. കാരണം ഞാൻ പറയുന്നത്, എനിക്ക് സാധനങ്ങൾ കൊണ്ടുതന്ന 1 വർഷക്കാലം എന്നെ ഫോളോ അപ്പ് ചെയ്ത വിവേക് സാറിന് ഏകദേശം ഒരു 10-70 ലക്ഷം ബിസിനസ് വോളിയത്തിന്റെ ഇൻഡസ്ട്രി കൊണ്ടു കൊടുക്കാൻ എനിക്ക് പറ്റി എന്നുള്ളത്. ഞാൻ അദ്ദേഹത്തിന്റെ പല ദിവസങ്ങളിലും പല മാസങ്ങളും കാണാറ് പോലുമില്ല. എന്നിരുന്നാൽ പോലും ഞാൻ ചെയ്യുന്ന എല്ലാ ബിസിനസ് വോളിയും അദ്ദേഹത്തിനായിരുന്നു. ആ രീതിയിൽ നിങ്ങളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കൂടെ വരുന്ന ഒരു കസ്റ്റമറെ ഒരു ഇൻഡസ്ട്രി ആക്കി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പൊ അതിന് വേണ്ടത് പ്രോഗ്രാംസ് ആണ്. അതുപോലെ RTV, നമുക്കറിയാം GTS, FSS, 1 ഡേ ട്രെയിനിങ്, LTP, RTP എന്നുള്ള ട്രെയിനിങ് സെഷൻ അറ്റൻഡ് ചെയ്താൽ നിങ്ങൾ ഷുവറായിട്ടും മാറും. അത് ഉറപ്പാണ്. അത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ മാറ്റാൻ ഈ ട്രെയിനിങ്, ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു 20 വയസ്സുകാരനെ ഒരു 1.5 വർഷം കൊണ്ട് ഇന്ത്യൻ സോൾജർ ആക്കാൻ പറ്റുമെങ്കിൽ ഇത്തരം ട്രെയിനിങ്ങുകൾ നിങ്ങളെ നല്ലൊരു ബിസിനസ്മാൻ ആക്കി മാറ്റും. അതുപോലെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ലക്ഷങ്ങൾ വരുമാനം കൊണ്ടെത്തിക്കാനും പറ്റും. വരുമാനത്തിന്റെ മാത്രമല്ല ഫ്രണ്ട്സ്, നമ്മൾക്കറിയാം, നമ്മൾക്ക് ഒരാളെ ഒരിക്കലും പണം കൊടുത്ത് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്താൽ, ഈ ഒരു ഓപ്പർച്യൂണിറ്റി അവരെ കൈകളിലേക്ക് എത്തിച്ചാൽ അവരെ അക്കൗണ്ടിലേക്ക് വരുമാനം വരും എന്നുള്ളത് ഷുവറാണ്. അത് നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. ആ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ കമ്പനി ചെയ്തു കൊടുക്കും. കാരണം അവർക്ക് സാധനങ്ങൾ ഔട്ട്ലെറ്റ് കിട്ടും, അവർ മാർക്കറ്റ് ചെയ്യും, അവർ അക്കൗണ്ടിലേക്ക് വരുമാനം വരും. അവർ എന്നും നിങ്ങളെ ദൈവത്തെ പോലെ സ്തുതിക്കുകയും ചെയ്യും. ഇപ്പൊ നമുക്കറിയാം, ഈ ഒരു 1-ാം തീയതി, ഫെബ്രുവരി 1-ാം തീയതി കേരളത്തെ തന്നെ മടുത്തുകൊണ്ട്, എന്താ പറയാ, ആ ഒരു വേർഡ് പോലും എനിക്കിന്ന് വരുന്നില്ല. കാരണം അത്രയും ഞാൻ അതിന്റെ ഫ്രണ്ടിലുണ്ടായിരുന്നു. കാരണം കേരളത്തിൽ നമ്മുടെ SIT-യിൽ നല്ലൊരു ബെസ്റ്റ് ബിസിനസ്മാൻ ആയിട്ട് ആ സ്റ്റേജിൽ കയറാനുള്ള ഒരു അവസരം കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞ ഞാൻ എന്താണോ ചെയ്തതെന്ന് എനിക്ക് പോലും അറിയില്ല. ഞാൻ ആ ബിസിനസ്മാൻ ആയിട്ട് മുന്നോട്ട് പോകാൻ ഞാൻ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഞാൻ എൻ്റെ ടീമിന്റെ കൂടെ നിന്നപ്പോ, അവർക്ക് എനർജി കൊടുത്തു, അവർക്ക് കോൺഫിഡൻസ് കൊടുത്തപ്പോ അവർ ഓടാൻ തുടങ്ങി. അവരുടെ കൂടെ ഞാനും ഓടാൻ തുടങ്ങി. ആ ഓട്ടത്തിൽ എന്നെ ഒരു ബെസ്റ്റ് ബിസിനസ്മാൻ ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇത്രയേ ചെയ്യേണ്ടുള്ളൂ. ഒരു തിരി കൊടുത്തി വിടാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ ഒരു, കാരണം വേറൊരു കാര്യമുണ്ട്, നമ്മൾ
അത് അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് വ്യതിചലിക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഞാൻ പോസിറ്റീവായിട്ടാണ് പറയുന്നത്. കുറച്ച് നെഗറ്റീവ് എന്നുള്ള രീതിയിൽ നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ ബിസിനസ് ഒന്നുകിൽ സെയിൽ കൂടാം, ചില മാസങ്ങളിൽ അല്ലെങ്കിൽ ചില ആഴ്ചകളിൽ സെയിൽ കുറയാം. ആ സെയിൽ കുറയുന്ന സമയത്ത് നിങ്ങളുടെ മുഖം വാടരുത്. കാരണം അടുത്ത ആഴ്ച നല്ല ബൂമിംഗ് ആയിട്ട് സെയിൽ നടക്കാൻ സാധ്യതയുണ്ട്. ഈ ഒരു ബിസിനസിന്റെ ഓപ്പർച്യൂണിറ്റി താഴോട്ടും മുകളിലോട്ടും പോയിക്കൊണ്ടിരിക്കാം. പക്ഷെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു മൈൻഡോട് കൂടി നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ഡാം ഷുവർ ഒരു ITC ആവും എന്നുള്ളത് ഷുവറാണ്. കാരണം നമുക്കറിയാം, ഒരു 10 വർഷം കൊണ്ട് പോലും ITC ആയാൽ 1,20,00,000 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുമാനമുണ്ട്. നമുക്കറിയാം, ഈ ഒരു എന്നെ ശ്രമിക്കുന്നവർക്കൊക്കെ എങ്ങനെയാണ് അക്കൗണ്ടിലേക്ക് വരുമാനം വരുന്നതെന്ന് എല്ലാവർക്കും അറിയാം. കാരണം നമ്മുടെ ജീവിതം സക്സസിലേക്ക് എത്തിക്കണമെന്ന അതിയായ ആഗ്രഹം കൊണ്ടാണ് ഈ ഒരു സമയം നമ്മൾ റെസ്റ്റ് ചെയ്യേണ്ടിയിരുന്ന, നമ്മുടെ ഫാമിലിയുടെ കൂടെ സംസാരിച്ചിരിക്കുന്ന ഈ ഒരു സമയത്ത് ഈ ഒരു മീറ്റിലേക്ക് കയറിയിട്ടുണ്ടാവുക. അപ്പോ അത് നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും. ക്ഷമ വലിയൊരു ഘടകമാണ്. അതുപോലെ ഒരു ടീമിനെ കൊണ്ടുപോകാനുള്ള നമ്മുടെ ക്യാരക്ടർ എല്ലാവരെയും അടുപ്പിക്കണം. ഞാൻ എന്നെ പറ്റി പറയുകയാണെങ്കിൽ വലിയ ഒരു ഫ്രണ്ട്സ് പോലെയോ അല്ലെങ്കിൽ വലിയ ബന്ധങ്ങൾ സൂക്ഷിക്കുന്ന ആളായിരുന്നില്ല ഞാൻ എന്നിലേക്ക് മാത്രം ഒതുങ്ങിക്കൂടി ജീവിച്ചൊരു മനുഷ്യനായി. കാരണം നാട്ടിൽ പോലൊരു ടൗണിലോ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ പുറത്ത് പോവാതെ, ക്ലബ്ബ് പോവാതെ വീട്ടിൽ തന്നെ ഇറങ്ങിയിരുന്നൊരു ആളാണ്. പക്ഷെ ഇന്ന് എനിക്ക് വീട്ടിൽ നിൽക്കാൻ സമയമില്ല. കാരണം അത്രത്തോളം ഫ്രണ്ട്സും ബന്ധങ്ങളും ഈ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്നു. സത്യം പറഞ്ഞാൽ നമ്മുടെ ബ്ലഡ് റിലേഷനേക്കാൾ, നമ്മുടെ രക്തബന്ധങ്ങളെക്കാൾ പവർ കൂടിയ ഒരുപാട് ബന്ധങ്ങൾ എനിക്ക് ഈ ബിസിനസ്സിൽ, അതിന്റെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ്സ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. അതുപോലെ ഇതുപോലെ ഇപ്പൊ ഞാൻ ഏകദേശം സംസാരിക്കാൻ തുടങ്ങിയിട്ട് 3/4 മണിക്കൂറിനോട് അടുത്തായി. ഞാൻ എന്റെ ആർമി കരിയറിൽ കുട്ടികളുടെ പാരന്റ്സ് മീറ്റിംഗിൽ പോയി കഴിഞ്ഞാൽ പോലും ഒരു റിമാർക്ക് പറയാൻ എഴുന്നേറ്റ് നിന്ന് പറയാൻ പറ്റാത്തൊരു മനുഷ്യനായിരുന്നു ഞാൻ. കാരണം എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ പറ്റില്ല. ആൾക്കൂട്ടത്തിൽ എഴുന്നേറ്റ് നിന്ന് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. ഇന്നൊരു ക്രൗഡിന് മുന്നിൽ സംസാരിക്കാനുള്ള കപ്പാസിറ്റി ആണത് ഈ ഒരു ബിസിനസ്സാണ്. അതുപോലെ ഇന്നൊരാളെ കണ്ടു കഴിഞ്ഞാൽ അവരോട് എങ്ങനെ ബന്ധം സ്ഥാപിക്കാം എന്നാണ് ഫസ്റ്റ് മനസ്സിൽ വരുന്നത്. മുന്നേ ആണെങ്കിൽ അവരോട് ചിരിക്കാതെ പോകുന്ന ഞാൻ ഇന്ന് അവരോട് ചിരിച്ച് 2 വാക്ക് പറഞ്ഞ് അവരോട് നല്ല രീതിയിൽ നല്ലൊരു ബന്ധം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കും. കാരണം നാളെ നമുക്കൊരു ഇൻഡസ്ട്രി ആക്കി മാറ്റാനുള്ള ഒരു അവസരമായിരിക്കും അത്. അപ്പൊ ഞാൻ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, നിങ്ങളുടെ ബന്ധങ്ങളെ ഒന്നുണർത്തുക. അതുപോലെ അവരിലേക്ക് ഈ ബിസിനസ് ഒന്ന് വ്യാപിപ്പിക്കുക. അതുവഴി നിങ്ങളുടെ ലൈഫിലും അവരുടെ ലൈഫിലും ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. അപ്പോ അതിലൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. കാരണം നമുക്കറിയാം സാർ, ഇത് 9 വരെ ആണോ ടൈം? സാറേ സംസാരിച്ചോ, 9:30 വരെ സാർ സംസാരിച്ചോ, പ്രശ്നമൊന്നുമില്ല. അതിൽ കൂടുതൽ സംസാരിക്കണമെങ്കിലും സംസാരിക്കുക, ലിമിറ്റേഷൻ ഒന്നുമില്ല. 9:30 വരെ നമ്മൾ സാർ ടൈം വെച്ചിട്ടുള്ളത്. അല്ല, എനിക്ക് സംഭവം എന്ന് വെച്ചാൽ നമ്മള് ഒരു കാര്യങ്ങള് പറയുമ്പോൾ കൂടുതൽ ബുദ്ധിമുട്ടാകരുതെന്നുള്ളതാണ്. രാത്രിയാണല്ലോ, അതുകൊണ്ട് പറഞ്ഞത്. പിന്നെ വേറെ അധികമൊന്നുമില്ല. കാരണം നമ്മൾ എത്രത്തോളം മാറാൻ ശ്രമിക്കുന്നു അത്രത്തോളം നിങ്ങൾക്ക് മാറ്റം കൊണ്ടുവരാൻ ഈ കമ്പനിക്കും ഈ ഇൻഡസ്ട്രിക്കും. ഇനി ഞാൻ പറയാൻ പോകുന്നത്, എന്റെ വീട്ടില് ഞാൻ പറഞ്ഞ മനുഷ്യന് പീരിയഡ് സംബന്ധമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഏട്ടന് അലർജിയുടെ പ്രശ്നങ്ങളുണ്ട്. അത് ക്ലിയർ ആയിട്ട് 8 വർഷത്തോളം ഇൻഹേലർ ഉപയോഗിച്ച മനുഷ്യൻ ഇന്ന് ഇൻഹേലർ ഉപയോഗിക്കാതെ വളരെ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട്. ഇപ്പൊ പ്രോഡക്റ്റില് ഇപ്പം 6 ബ്രാൻഡില് പ്രൊഡക്ട്സ് വരുന്നുണ്ട്. ഇപ്പം വീണ്ടും നമ്മൾക്ക് മസാല ഐറ്റംസ്, കാരണം നമ്മുടെ എവിടെ മാർക്കറ്റ് ചെയ്യാനും പറ്റുന്ന സാധനങ്ങൾ എല്ലാ വീട്ടിലേക്കും, നമ്മുടെ പഞ്ചായത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ജില്ലയിൽ മുഴുവൻ എല്ലാ നിങ്ങൾക്ക് അറിയുന്ന വീട്ടിലൊക്കെ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്ട്സുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മസാല ഐറ്റംസ് ഉണ്ട്, കോസ്മെറ്റിക്സിന്റെ കളർ കോസ്മെറ്റിക്സ് എത്തിക്കഴിഞ്ഞു. അതുപോലെ ജീവിതശൈലി രോഗങ്ങളുടെ വെരിക്കോസ് വെയിന്റെ പ്രോഡക്ട്സ് എത്തുന്നു, മൈഗ്രെയിന്റെ പ്രോഡക്റ്റ് എത്തുന്നു.
അപ്പൊ നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് എത്തുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, നമ്മുടെ നാട്ടിൽ ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അവരിലേക്കൊക്കെ ഈ പ്രൊഡക്റ്റ് എത്തി അവരൊക്കെ റിസൾട്ട് എത്തിയ അവരൊക്കെ നമ്മുടെ കൂടി ബിസിനസ് ചെയ്തിരിക്കും. അപ്പൊ നല്ലൊരു ഇൻഡസ്ട്രി കീപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇനി ബാക്കിയുള്ളത് ഞാൻ എന്നും ആലോചിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ എന്റെ മൈൻഡിൽ ഞാൻ വെച്ചിരിക്കുന്നത് ഒരാൾക്ക് 1000 രൂപയുടെ സാധനങ്ങൾ നമ്മളൊന്ന് മാർക്കറ്റ് ചെയ്യാൻ പറ്റിയ ഒരു 90 രൂപ ക്യാഷ് ബാക്ക് എന്നുള്ളതാണ് എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നത്. 10 പേർക്ക് അത് ചെയ്താൽ 900 രൂപ എന്റെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വളരെ നല്ല രീതിയിൽ ഫ്രീ ആയിട്ട് മേടിക്കാം. കാരണം 10 വീട്ടിലേക്ക് മാറ്റാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇന്ന് ഞാൻ ഏകദേശം ഒരു മാസം 18 പേസ്റ്റ് സപ്ലൈ ചെയ്യുന്നു. കാരണം കുറച്ചു കാലം ഒരു മാസത്തോളം പേസ്റ്റ് കിട്ടാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു കമ്പനിയിൽ. ആ സമയത്ത് ഞാൻ വളരെ ബുദ്ധിമുട്ടി. കാരണം 18 പേസ്റ്റ് എനിക്ക് എങ്ങനെയായാലും വന്നു. ആ രീതിയിലേക്ക് അതുപോലെ ഈ 18 വീട്ടിലും എന്നിൽ നിന്ന് തന്നെ ഡിഷ് വാഷ് ഉപയോഗിക്കുന്നുണ്ട്, ഫ്ലോർ ക്ലീനർ ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ ടോയ്ലറ്റ് ക്ലീനർ ഉപയോഗിക്കുന്നുണ്ട്, സോപ്പ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മെല്ലെ മെല്ലെയുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ ഇപ്പൊ നിങ്ങൾക്കറിയാം, ആദ്യത്തെ റാങ്ക് TC ടീം കോർഡിനേറ്ററിൽ എത്താൻ പറ്റും വളരെ സ്പീഡായിട്ട് തന്നെ. അപ്പൊ തന്നെ കമ്പനി നിങ്ങൾക്ക് 3 ലക്ഷം രൂപയുടെ ഒരു ഇൻഷുറൻസ് ഫ്രീ ആയിട്ട് തരുന്നു. നമ്മൾക്ക് ഏത് മേഖലയിൽ, ഈ പ്രൈവറ്റ് മേഖലയില് ഒന്നാമത് നമുക്കറിയാം, ഞാൻ ജോബിന്റെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് മുന്നോട്ട് പോവാം. ഞാൻ ബാങ്കിങ്ങിന് കോച്ചിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ന്യൂസ് എന്നും വരുമായിരുന്നു, 12,000 അപ്രന്റീസിനെ SBI തെരഞ്ഞെടുക്കുന്നു, അല്ലെ SBIയിലേക്ക് 12,000 അപ്രന്റീസിനെ ആവശ്യം. അപ്രന്റീസിന് മാക്സിമം 15,000 രൂപ കൊടുത്താൽ മതി, അവരെല്ലാ പണിയും ചെയ്യും. അപ്പൊ ആലോചിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ജോലി നഷ്ടപ്പെടാൻ പോകുന്നു എന്നുള്ളത്. കഴിഞ്ഞ 2-3 മാസത്തെ പേപ്പറിൽ ഒരു പരസ്യം, ആമസോൺ 3 വട്ടമായിട്ട് 30,000 പേരെ പിരിച്ചുവിട്ടു. ഒരു 3-4 മാസത്തിനുള്ളിൽ 90,000 പേരെ ആമസോൺ പിരിച്ചുവിട്ടു. ഞാൻ ഈ പറയുന്നതെന്ന് വെച്ചാൽ, ഈ തൊഴിലില്ലായ്മ കൂടി വരുന്ന ഈ സമയത്ത് 18 വയസ്സാകുന്ന ഒരുപാട് ആൾക്കാർ നമ്മളെ നാട്ടിലുണ്ട്. ആളുകൾക്ക് ഒരു കുറവും ഉണ്ടാവില്ല എന്ന് പറയണം. ആ രീതിയിൽ മുന്നോട്ട് പോവാം. നമുക്ക് ഓരോരാളെയും ഇപ്പൊ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് കുട്ടികളെ, അതായത് 18 വയസ്സ് മുതൽ 25 വയസ്സുള്ള കുട്ടികൾക്ക് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് ഒരു 5 വർഷം കൊണ്ട് നിങ്ങൾക്ക് പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് വളരും എന്നുള്ളത് വളരെ ഷുവറാണ്. അടുത്ത പ്രോഗ്രാംസ് ഞാൻ പറഞ്ഞു, സൺഷൈൻ എന്ന പ്രോഗ്രാമിൽ ഞാൻ സ്റ്റേജിൽ കയറിയിട്ടുണ്ടായിരുന്നു. സ്റ്റേജിൽ കയറിയപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമാണ്, കാരണം ഞാൻ അവിടെ സെൽഫി എടുക്കാൻ വേണ്ടിയിട്ട് തിരിഞ്ഞു നിന്നപ്പോ ഒരാളെ പോലും എനിക്ക് കാണാൻ പറ്റുന്നില്ല. കാരണം ഒരു കടല് പോലെയുള്ള ആൾക്കാരായിരുന്നു ഫ്രണ്ടിലുള്ള കുറച്ച് ആൾക്കാരെ അല്ലാതെ ബാക്കി തല കറുത്ത് മാത്രം കാണുന്നു. പുറകിൽ എത്ര ആൾക്കാരുണ്ടെന്ന് അതിനിടയ്ക്ക് ആ സെൽഫി ഇപ്പോഴും ഉണ്ട്, കാണാൻ പറ്റുന്നില്ല. അത്രത്തോളം ആൾക്കാർ. കാരണം നമുക്കറിയാം, നമ്മൾ ചെയ്തില്ലെങ്കിൽ പോലും ആൾക്കാർ ഇവിടെ ചെയ്യും. നാളെ നമ്മളുടെ അയൽക്കാർ 1 വർഷം കഴിഞ്ഞോ 2 വർഷം കഴിഞ്ഞോ ഈ ഒരു മേഖല തെരഞ്ഞെടുത്ത് ഒരു ITC ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഞാൻ ആലോചിക്കുന്നത് ഭ്രാന്താവും എന്നുള്ളതാണ്. നമ്മൾ നിർത്തിക്കഴിഞ്ഞാൽ അടുത്ത വീട്ടിലെ ആൾ ഈ ബിസിനസ് ചെയ്ത് ITC ലെവലിലേക്ക് പോയി BMW, ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ITCക്കാരൊക്കെ ആ ലെവലുള്ള വണ്ടി എടുക്കുന്നു. ജാഗ്വർ, BMW, ബെൻസ് ഇതൊക്കെ എടുത്തിട്ട് ആണ് വീട്ടിലേക്ക് വരിക. അപ്പൊ നമ്മുടെ കുട്ടികൾ നമ്മളോട് ചോദിക്കും, അച്ഛാ അല്ലെ അമ്മേ, നിങ്ങളും ആ ബിസിനസ് അല്ലേ ചെയ്തുകൊണ്ടിരുന്നത്? അവർക്ക് മാത്രം എന്താണ് ഈ ബെൻസും BMW, നമ്മൾ എന്താ ഈ കഞ്ഞി മാത്രം കുടിച്ചു പോകുന്നേന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അത് ഇല്ലാതാക്കാൻ നമ്മളെല്ലാവരും ഈ ഒരു ബിസിനസിനെ നെഞ്ചിലേറ്റി ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറയാം. വേറൊരു കാര്യം ഞാൻ പറഞ്ഞു, 3 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് TC ആയി കഴിഞ്ഞു. റാങ്ക് മാറുന്നതിനനുസരിച്ച് ഈ ഇൻഷുറൻസിന്റെ എമൗണ്ടും കൂടുന്നുണ്ട്. ഇപ്പം എനിക്കുള്ളത് 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ആണ്.
ഇപ്പൊ നമ്മൾ നോക്കിയാൽ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ 5 ലക്ഷം റുപ്യ വീട്ടിൽ കിട്ടും. അതല്ല, എല്ലാ മാസവും നമ്മുടെ ടീം കൊണ്ടുവരുന്ന ടേൺ ഓവറിന്റെ ഒരു 12% വീട്ടിൽ കിട്ടും. നിങ്ങൾ നോക്കിയാൽ മതി, നമ്മളില്ലെങ്കിൽ നമ്മളെ വഴിയാധാരമാകുന്ന കുടുംബത്തില് എല്ലാ മാസവും നമ്മൾ ചെയ്ത ജോലിയുടെ ഭാഗമായിട്ട് ഒരു നല്ലൊരു എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെ സ്വപ്നങ്ങൾക്ക് ചിറകേകാൻ ഏറ്റവും നല്ല ഒരു വഴിയായിരിക്കും. ആ ഒരു ലെവലിലേക്കാണ് നിങ്ങളുടെ ചിന്തയെങ്കിൽ ഒരാളും ഈ ഒരു ബിസിനസ് വിട്ടു പോകില്ല. കാരണം ഞാൻ ഇന്ന് എപ്പോഴും ചിന്തിക്കുന്നത് എത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ എത്രയും സ്പീഡിൽ, ഞാൻ നിങ്ങളോട് പറയുന്ന അത്രേ ഉള്ളൂ, നിങ്ങൾക്ക് പറ്റാവുന്ന സ്പീഡിൽ, അത് പാർട്ട് ടൈം ആയാലും ഫുൾ ടൈം ആയാലും ദിവസം 1 മണിക്കൂറായാലും ഒരാളെങ്കിലും വെച്ച് കണ്ടു കഴിഞ്ഞു ഒരു 10 പേര് ചെയ്യുമ്പോൾ നമുക്കറിയാം ആവറേജ് തിയറി എന്നുള്ളത്. ആ ആവറേജ് 10 പേരിൽ 2 പേരെങ്കിലും നമ്മുടെ കൂടെ കാട്ടക്കുണ്ടാവും. ആ 2 പേരും മതി നമ്മുടെ ജീവിതം മാറ്റാൻ വേണ്ടി. അപ്പൊ ഒരു 3-4 വർഷം നിങ്ങൾ ഇത് നിരന്തരം ചെയ്താൽ, ഒരു വർഷം പാർട്ട് ടൈം ചെയ്താൽ ഉറപ്പായിട്ടും ഒരു വർഷം ഫുൾ ടൈം ആവും. ആ ഫുൾ ടൈം ആയി കഴിഞ്ഞാൽ നമ്മുടെ കൂടെ വരുന്ന ഓരോരാളുടെയും അക്കൗണ്ടിലേക്ക് വരുമാനം എത്തിക്കാൻ വേണ്ടി നിങ്ങൾ ഉണ്ടുന്ന ഓട്ടം, ഞാൻ പറഞ്ഞ അതിൽ വിശ്വാസിയാണ്, ആ ഓട്ടം ദൈവം എങ്ങനെയാലും കാണും. കാരണം നമ്മുടെ അധ്വാനത്തിന്റെ ഫലം എങ്ങനെ വന്നാലും നമുക്ക് ഇവിടെ തന്നെ കിട്ടും. നമുക്കൊരു ലക്ഷൂറിയസ് ലൈഫ്, സാധാരണക്കാരായ നമ്മൾക്ക് ഒരു ലക്ഷൂറിയസ് ലൈഫ് ഈ ഒരു മേഖലയിൽ നിന്ന് കിട്ടുന്നുള്ളത് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. ആ ഒറ്റ കാരണത്തിന്റെ ബലത്തിലാണ് ഈ ഒരു 3 വർഷം ഞാൻ ഇവിടെ പിടിച്ചു വന്നത്. ഈ പിടിച്ചു നിൽക്കുമ്പോൾ STC ആയിട്ടുണ്ട്. STC കിട്ടാവുന്ന വരുമാനത്തിന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിന് മേലെ പെർഫോമൻസ് ബോണസ് കിട്ടിയിട്ടുണ്ട്. ആ ഒരു രീതിയിലേക്ക് പോകുമ്പോൾ ഇൻകം, ഇനി അടുത്തൊരു ഇൻകം കൂടി വാങ്ങാൻ പോവുകയാണ്. നമുക്കറിയാം പല കമ്പനികളും, ഞാൻ കമ്പനിയുടെ കൂടെ കാര്യം നിർത്താൻ പോവുകയാണ്. പല കമ്പനികളും അവരുടെ ടേൺ ഓവർ, ഇപ്പൊ നമുക്കറിയാം 1800 കോടിക്ക് മേലെയാണ് MILAത്തിന്റെ ടേൺ ഓവർ. ഗൂഗിൾ ആ ടേൺ ഓവർ ഓരോ വർഷം കൂട്ടി വരുവാണ്. നമ്മുടെ കമ്പനി MD പറഞ്ഞ 3000 കോടിക്ക് മേലെ എത്തിക്കുമ്പോൾ നമ്മുടെ ടീമിന്റെ നായകൻ ക്യാപ്റ്റൻ MSP പറഞ്ഞിരിക്കുന്നത് 2030 ആകുമ്പോഴേക്കും 100 ITC ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ. അപ്പൊ അവർക്കറിയാം, ഞാൻ അന്ന് ആ ഒരു പ്രോഗ്രാം തീരുമാനം എടുത്തിട്ടുണ്ട്, 2030 100 ITC, ഒരു ITC ഞാൻ വെക്കും. അപ്പൊ അങ്ങനെയുള്ള തീരുമാനം എടുപ്പിക്കാൻ പറ്റുന്ന പ്രോഗ്രാംസ് ആണ് നമുക്ക് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ഉണ്ടാവുക. ബാക്കി കാരണം എക്സൈറ്റ്മെന്റ് ഉള്ളിൽ ഒരുപാടുണ്ട്. കാരണം എനിക്ക് എന്തൊക്കെയാണ് പറയേണ്ടതെന്ന് പോലും ചില സമയത്ത് എനിക്ക് നിശ്ചയം ഉണ്ടാവാറില്ല. കാരണം അറിയാം, ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നതിന് ശേഷം സംസാരിക്കാൻ പഠിച്ചു, ഒരുപാട് അച്ചീവ്മെന്റ്സ് നേടാൻ പഠിച്ചു. ഒരു കാരണം വീഡിയോ എടുക്കാൻ കാരണം ഞാൻ അത് പറഞ്ഞിട്ടില്ല നിങ്ങളോട്. ഒരു വീഡിയോ എടുക്കാൻ കാരണം ഞാൻ ഈ ഒരു വർഷം കാലം ആദ്യത്തെ ഒരു TC ആവുന്ന എല്ലാ പ്രോഗ്രാംസും ഒക്കെ പറഞ്ഞത് നമുക്ക് നല്ലൊരു വീട്, നമുക്ക് നല്ലൊരു വീട്, നമുക്ക് നല്ലൊരു വീട്, നല്ലൊരു കാറും. അപ്പൊ ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് നല്ലൊരു വീട് എന്റേതായ ഒരു കൺസെപ്റ്റിൽ ഗൂഗിളിൽ നിന്ന് സെലക്ട് ചെയ്ത് അതിന്റെ ആ ഒരു മൊഡ്യൂളിൽ ഞാൻ വീട് എടുത്തിട്ടുണ്ട്. ആ വീടിന്റെ ബാധ്യത മുഴുവൻ ഈ ഒരു ബിസിനസ്സിലൂടെ 3 വർഷം കൊണ്ട്, വെറും 3 വർഷം കൊണ്ട് ഞാൻ ക്ലിയർ ചെയ്തു. TC എന്ന റാങ്കിലാണ് ഞാൻ വീടിന് കുറ്റിയടിച്ചത്. സെറ്റ് ചെയ്യുന്ന റാങ്കിലെത്തുമ്പോൾ ഞാൻ ഇത് ഇനാഗ്രേഷൻ കേട്ടു. ഈ വീട്ടില് ആ വീട്ടിലാണ് ഞാൻ സംസാരിക്കുന്നത്. കാരണം ഞാൻ പറയുന്ന എല്ലാ വേർഡ്സും എന്റെ മക്കളും എന്റെ ഭാര്യയും കേൾക്കും. കാരണം ഇന്ന് ഞാൻ ഇതേപോലെ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ഈ ഒരു കോൺഫിഡന്റിലൂടെ സംസാരിക്കാൻ എന്നെ മാറ്റിയത് ഈ ഒരു ബിസിനസ്സാണ്. അതുപോലെ ഒരു ടാബ് സ്വന്തമാക്കിയിട്ടുണ്ട്. ഈ വീട്ടിൽ കാലാവധിക്ക് തന്നെ ഒരു 2 വീലർ സ്വന്തമാക്കിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഓരോ അച്ചീവ്മെന്റ്സ് ഇനി അടുത്ത ഒരു റാങ്കിൽ, കാരണം ഓൾറെഡി എന്റെ അടുക്ക 4 വീലർ ഉണ്ട്, അടുത്ത ഒരു റാങ്കിൽ എത്തുമ്പോഴും മുന്നേ ഒരു പുതിയൊരു 4 വീലർ കൂടി ഞാൻ ഈ കമ്പനി, കാരണം ഞാൻ ഈ അച്ചീവ്മെന്റ്സ് പറയുന്നുണ്ട്, ഞാൻ പുതിയ അച്ചീവ്മെന്റ്സ് ആയിട്ട് ഞാൻ ഇന്നേവരെ സ്ഥലത്തും പറഞ്ഞിട്ടില്ല. കാരണം എന്റെ അച്ചീവ്മെന്റ്സ് അല്ലാതെ എന്റെ ഒരു ഗോളാണ്. ഈ രീതിയിലുള്ള ബാധ്യത ഞാനൊരു ഗോളാക്കി മാറ്റിയിരിക്കും.
ആ ഒരു ഗോളിന്റെ എമൗണ്ട് അടക്കുള്ള എമൗണ്ട് ഞാൻ ഈ ബിസിനസ് നിന്ന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെ ഓരോ ഗോളും നിങ്ങൾ മുന്നിൽ വെച്ചിട്ട് ബിസിനസ് ചെയ്യണമെങ്കിൽ ഡാം ഷുവർ നിങ്ങൾ 10 വർഷമൊന്നും വേണ്ട ഒരു IT ചെയ്യണം. അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു അടുത്ത ഒരു റാങ്കിന് മുന്നേ തന്നെ ഒരു 4 വീലർ ഈ ഒരു ബിസിനസ്സിലൂടെ മാത്രം ഞാൻ എടുത്തിരിക്കും. അത് അടുത്ത ഗോളാണ്. അത് ഉറപ്പായിട്ട് ഞാൻ ചെയ്തിരിക്കും. ആ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്റെ ഓട്ടത്തിന് സ്പീഡ് കൂട്ടുന്നത്. ഇത് ഞാൻ 8 മുന്നേ എത്തിയത് പോലും ഈ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനാണ്. അല്ലെങ്കിൽ 8 പേരിലെത്താറുണ്ട്. ഈ ഒരു മീറ്റിംഗ് കാരണം പറയുമ്പോൾ നമ്മൾ നല്ല കോൺഫിഡന്റ് ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും നെറ്റ് പ്രോബ്ലംസ് ഉണ്ടാവരുത്. ഞാൻ പറയുന്ന വാക്കുകളുടെ ഇത് ഒരാൾക്ക് ബിസിനസ് ചെയ്ത് മാറാൻ പറ്റിയ അത് ഞാൻ എന്നോട് തന്നെ കടപ്പെടുക, അല്ലെങ്കിൽ ഈ ഒരു ടീമിനോട് അല്ലെ അദ്ദേഹത്തോട്. കാരണം എന്റെ ഒരു വാക്കുകൊണ്ട് അദ്ദേഹത്തിന് മാറാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിനും അദ്ദേഹത്തിനും എല്ലാം നന്ദി പറയുന്നു. അതിനുവേണ്ടി മാത്രമാണ് ഒരു നെറ്റ് പ്രോബ്ലം ഉണ്ടാവരുത് എന്ന ഉദ്ദേശിച്ചാണ് ഇന്ന് എന്റെ വീട്ടിലെത്തിയത്. അപ്പൊ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, ഒരു ജോബ് എങ്ങനെയാണോ നിങ്ങൾ ചെയ്യുന്നത്, രാവിലെ ഇറങ്ങി വൈകുന്നേരം ഒരു 9 മണിക്ക് ഇറങ്ങി 5 മണിക്കാണ് വീട്ടിൽ എത്തുന്നെങ്കിൽ അതുപോലെ നിങ്ങൾ ബിസിനസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ 3 വർഷം കൊണ്ട് ഉറപ്പായിട്ടും മാറി. ഇത് ഏത് മുദ്ര പേപ്പറിൽ പോലും എഴുതി ഒപ്പിട്ട് തരാൻ ഇന്ത്യന്റെ കോൺഫിഡൻസ്. അപ്പൊ എല്ലാ വിജയങ്ങളും ഈ ഒരു കമ്പനിയിലുണ്ട്. കൂടിയുണ്ട്. ഈ ഒരു 10-20 പേര് നമ്മൾ 24 പേര് സ്റ്റാർട്ട് ചെയ്തതാണ്. ഈ ഒരു ബിസിനസ് വിട്ടുപോകാതെ നിങ്ങൾ 3 വർഷം എല്ലാ പ്രോഗ്രാംസും അറ്റൻഡ് ചെയ്ത് നിങ്ങളെ കൂടെയുള്ളവരെ അറ്റൻഡ് ചെയ്യിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരം ഈ ഒരു ബിസിനസ് നിങ്ങൾക്ക് കൊണ്ടുതരുമെന്ന് ആത്മാർത്ഥമായി പറയുന്നു. അതുപോലെ എല്ലാവരിലേക്കും എല്ലാ വിജയങ്ങളും ഉണ്ടാകുമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നു. ജയ്